ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് മുതൽ നമുക്ക് കുറച്ച് സമയം കാറ്റിസം പഠിക്കാനും കൂടി മാറ്റിവെക്കാം. സ്കൂളിലെ വിഷയങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പഠിക്കുന്നില്ലേ, കുറേ സമയം പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റ് നേരം കാറ്റിസം പഠിക്കാൻ കൂടി വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെച്ചാലോ? അപ്പോൾ ടീച്ചർ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം, നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലായില്ലെങ്കിൽ അല്ലെങ്കിൽ വീണ്ടും പഠിക്കാനായിട്ട് വീണ്ടും ആവർത്തിച്ച് ഈ വീഡിയോ കാണണം. നിങ്ങളിത് കണ്ടാൽ തന്നെ, ടീച്ചർ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗത്തെ കുറച്ച് കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത് കേട്ടോ. ബൈബിൾ രക്ഷയുടെ ചരിത്രം എന്നുള്ളതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ. ടീച്ചർ അത് ആദ്യത്തെ ക്ലാസ്സിൽ തുടങ്ങി വെച്ചായിരുന്നു. ആ കാര്യങ്ങൾ തന്നെയാണ് ടീച്ചർ വീണ്ടും പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, ആവർത്തിച്ച് കേൾക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത്. അപ്പോൾ രണ്ട് കാര്യം ടീച്ചർ പറഞ്ഞത് ഓർക്കുക. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? പുസ്തകം. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കുണ്ടായത്. ബൈബിൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകമല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്ര പുസ്തകങ്ങൾ കൂടി ചേർന്നിട്ടാണ് ബൈബിള്? 73 പുസ്തകങ്ങൾ കൂടി ചേർന്നതാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. പഴയ നിയമവും പുതിയ നിയമം എല്ലാവർക്കും അറിയാം. പഴയ നിയമം, പുതിയ നിയമം. അപ്പോൾ പഴയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? 46 പുസ്തകങ്ങൾ. പുതിയ നിയമത്തിൽ എത്ര പുസ്തകങ്ങളുണ്ട്? പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. അപ്പോൾ ടോട്ടൽ എത്ര പുസ്തകങ്ങളാണ്? 73 പുസ്തകങ്ങൾ ചേർന്നതാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിളിലൂടെ പിതാവായ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നതാണ് ബൈബിളിലൂടെ. ഓക്കെ, പിന്നെ ബൈബിളിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ലോകത്തിൽ ഏറ്റവും കൂടുതൽ അച്ചടിച്ച പുസ്തകം ബൈബിളാണ്. ഏറ്റവും അധികം ഭാഷകളിലുള്ള പുസ്തകം ബൈബിളാണ്. ഏറ്റവും അധികം വിൽക്കപ്പെട്ടതും ഏറ്റവും അധികം വായിച്ചതുമായ പുസ്തകവും ബൈബിൾ തന്നെയാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമല്ല, ലോകം മുഴുവനിലും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ബൈബിൾ എഴുതപ്പെട്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ടീച്ചർ ഈ ഒരു വീഡിയോ വീണ്ടും കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി അത് മനസ്സിലാവും. ബൈബിൾ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? പുസ്തകം. ബിബ്ലിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്കുണ്ടായത്. ടോട്ടൽ എത്ര പുസ്തകമുണ്ട്? 73. അതിൽ 46 പഴയ നിയമം, 27 പുതിയ നിയമം. ഓക്കെ, പിന്നെ എന്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ അച്ചടിച്ച പുസ്തകം, ഏറ്റവും കൂടുതൽ ഭാഷകളിലുള്ള പുസ്തകം, ഏറ്റവും കൂടുതൽ വിൽക്കപ്പെട്ട പുസ്തകം, ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം, ഇതൊക്കെ ബൈബിളാണ്. ബൈബിളിലൂടെ ദൈവപിതാവ് നമ്മളോട് സംസാരിക്കുന്നു. എളുപ്പമല്ലേ? ഓക്കെ.